നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ റഷ്യ തന്നെ രക്ഷിച്ചു. പ്രതിസന്ധി മറികടക്കാൻ 3 കോടി ബാരൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. വാങ്ങിയത് നേരത്തേതിനും കൂടിയ നിരക്കിൽ. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും റഷ്യയെ ആശ്രയിച്ച് ഇന്ത്യ. അമേരിക്കൻ വിലക്കുകളിൽ പ്രത്യേക ഇളവ് ലഭിച്ചതോടെ ഏകദേശം 3 കോടി, അതായത് 30 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് ഇന്ത്യൻ കമ്പനികൾ വാങ്ങിക്കൂട്ടിയത്. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലാണ്. ഇതോടെ സൗദി അറേബ്യ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വരവ് നിലച്ചു. ഈ വലിയ വിടവ് നികത്താനാണ് ഇന്ത്യ വീണ്ടും റഷ്യൻ എണ്ണയിലേക്ക് തിരിഞ്ഞത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള ഇന്ധന വിപണിയെ പിടിച്ചുലയ്ക്കുമ്പോൾ രാജ്യത്തെ ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയെ കൂടുതൽ ആശ്രയിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന വരവ് അവതാളത്തിലായ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ കുത്തനെ കൂട്ടി. ഈ മാർച്ചിൽ മാത്രം പ്രതിദിനം 15 ലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിയതായാണ് റിപ്പോർട്ട്. ഫെബ്രുവരിയിൽ ഇത് 10.4 ലക്ഷം ബാരലായിരുന്നു. ഇതിനകം 3 കോടി ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിക്കഴിഞ്ഞതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൂഡ് ഓയിലിന് പിന്നാലെ പാചകവാതകത്തിനും റഷ്യയെ കൂടുതൽ ആശ്രയിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. നിലവിൽ ഇന്ത്യയുടെ LPG ആവശ്യത്തിന്റെ 55%, LNG ആവശ്യത്തിന്റെ 30% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. യുദ്ധം കാരണം ഈ പാത സ്തംഭിച്ചതോടെ രാജ്യത്തെ ഹോട്ടൽ വ്യവസായ മേഖലകളിൽ ഇന്ധനക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ഇത് മറികടക്കാൻ റഷ്യയിൽ നിന്ന് കൂടുതൽ LNG എത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ ഗെയിൽ ശ്രമം തുടങ്ങി. 23 വർഷത്തെ കരാർ നിലവിലുണ്ടെങ്കിലും ഇടക്കാലത്ത് കുറിച്ചിരുന്ന ഇറക്കുമതിയാണ് ഇപ്പോൾ അടിയന്തരമായി വർദ്ധിപ്പിക്കുന്നത്. ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. റഷ്യയുടെ പ്രധാന എണ്ണ ഇനമായ യുറൽസ് ക്രൂഡ് ഓയിലിനാണ് ഇന്ത്യ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. 20 ലക്ഷത്തോളം ബാരൽ യുറൽസ് ക്രൂഡ് ഓയിലുമായി 3 കപ്പലുകൾ ഇതിനകം ഇന്ത്യൻ തീരത്തെത്തി. ബാക്കിയുള്ളവ വരും ദിവസങ്ങളിൽ എത്തും. പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം മുടങ്ങിയതോടെ റഷ്യൻ എണ്ണയ്ക്ക് ആവശ്യക്കാർ ഏറുകയും ഇത് വിലയിൽ ചെറിയ വർധനവിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വിതരണം തടസ്സപ്പെടാതിരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അമേരിക്കൻ ഉപരോധ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ദേശീയ താൽപര്യം മുൻനിർത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിതരണത്തെ ബാധിക്കാതിരിക്കാൻ വാണിജ്യ സിലിണ്ടറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയെ കൂടി ഈ വിതരണ ശൃംഖലയുടെ ഭാഗമാക്കുന്നതോടെ രാജ്യത്തെ ഊർജ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ LNG എത്തിക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയത്. റഷ്യയിൽ നിന്ന് LNG വാങ്ങാൻ 7 വർഷം മുമ്പാണ് ഗെയിൽ കരാറിലേർപ്പെട്ടത്. 23 വർഷത്തേക്കാണ് കരാർ. എന്നാൽ US-ഉമായുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി ഇറക്കുമതി കുറച്ചു കൊണ്ടുവന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പാചകവാതകം ഉൾപ്പെടെ മുടങ്ങുന്ന ഘട്ടത്തിലാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ LNG എത്തിക്കാൻ ഇന്ത്യ നീക്കം തുടങ്ങിയത്. അമേരിക്കൻ ഇളവ് ലഭിച്ചതിന് പിന്നാലെ സ്പോട്ട് മാർക്കറ്റിൽ വിൽക്കപ്പെടാതെ കിടന്നിരുന്ന മുഴുവൻ റഷ്യൻ എണ്ണയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും റിലയൻസ് ഇൻഡസ്ട്രീസും ചേർന്ന് സ്വന്തമാക്കി. ഈ എണ്ണ കപ്പലുകളിൽ കയറ്റിയ നിലയിലും വലിയൊരു ശതമാനം ഏഷ്യൻ സമുദ്ര പരിധിയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. മുമ്പ് കുറഞ്ഞ വിലയ്ക്കായിരുന്നു റഷ്യൻ എണ്ണ ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ലണ്ടനിലെ ബ്രന്റ് നിരക്കിനേക്കാൾ ബാരലിന് $2 മുതൽ $8 വരെ അധിക തുക നൽകിയാണ് ഇന്ത്യ ഇത് വാങ്ങിയത്. യുറൽസ്, ESPO, വരാൻഡെ തുടങ്ങിയ വിവിധ റഷ്യൻ ക്രൂഡ് ഓയിലുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ ഏകദേശം 1 കോടി ബാരലും റിലയൻസ് അത്ര തന്നെ അളവിലും എണ്ണ വാങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം.
എന്നാൽ ഇരു കമ്പനികളും ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വാണിജ്യ ആവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടഞ്ഞു തുടങ്ങി. IOC, BPCL എന്നീ പ്രധാന കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. HPCL വാണിജ്യ ആവശ്യത്തിനായുള്ള സിലിണ്ടർ നിറയ്ക്കുന്നത് നാമമാത്രമായി തുടരുന്നുണ്ട്. ബുധനാഴ്ച മാത്രം സംസ്ഥാനത്തെ 20% ഹോട്ടലുകൾ അടഞ്ഞു കിടന്നെന്നാണ് കണക്ക്. ഗാർഹിക ആവശ്യത്തിനായുള്ള പാചകവാതകത്തിന്റെ 52% വിതരണം നടത്തുന്ന IOCയുടെ പ്രതികരണം. എന്നാൽ ബുക്കിംഗിൽ തടസ്സം നേരിടുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ പറയുന്നു. വിതരണം നിലച്ചതോടെ ഹോട്ടൽ മേഖലയിലെ സംഘടനകളുമായി പെട്രോളിയം കമ്പനി പ്രതിനിധികൾ ചർച്ച നടത്തി. നിലവിലെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകുമോ എന്നതിൽ യാതൊരു ഉറപ്പുമുണ്ടായില്ല. വാണിജ്യ ആവശ്യത്തിനായുള്ള സിലിണ്ടറുകളുടെ വിതരണം ആശുപത്രികൾ അടക്കമുള്ള അത്യാവശ്യ മേഖലകളിലേക്ക് മാത്രമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമെന്നും ഹോട്ടലുകൾക്ക് ഉടനെ വിതരണം ഉണ്ടാകില്ലെന്നും കമ്പനികൾ അറിയിച്ചു. ചില സ്വകാര്യ ഏജൻസികൾ വഴി കരിഞ്ചന്തയിൽ ഇരട്ടി വിലയ്ക്ക് സിലിണ്ടർ വിൽപ്പന നടക്കുന്നതായി പരാതിയുണ്ട്. ഗാർഹിക വിതരണത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ബുക്കിംഗ് പരിഗണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തണമെന്നാണ് കാറ്ററിംഗ് മേഖലയിലുള്ളവരുടെ ആവശ്യം. തങ്ങളുടെ നിലനിൽപ്പ് ഒരു വിഷയമാണെന്നും ആശങ്കയിലാണെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ പറഞ്ഞു. നോമ്പുകാലമായതിനാൽ ചില ഹോട്ടലുകളിൽ ഇഫ്താർ സംഗമം നടത്താറുണ്ട്. അവരും പ്രയാസത്തിലാണ്. ഒരിടത്ത് നിന്ന് ചായക്കടികളും മറ്റും ഉണ്ടാക്കി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പലരും. അത്രയും ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കാനാകുമല്ലോ. പക്ഷെ ഇങ്ങനെ പോയാൽ ഹോട്ടലുകൾ പൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ടെന്നാണ് പലരും പറയുന്നത്. ചായയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഗ്യാസ് തന്നെ വേണം. ഭക്ഷണത്തിന്റെ മെനു തന്നെ പലരും വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയതും ഒരു ആശ്വാസമാകുന്ന വാർത്തയാണ്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ഇടപെടലുകൾക്ക് പിന്നാലെയാണ് നിയന്ത്രണത്തിൽ ഇളവ് നൽകാൻ ഇറാൻ തയ്യാറായത്. പരിമൾ, പുഷ്പ എന്നീ 2 ഇന്ത്യൻ കപ്പലുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. USA, യൂറോപ്പ്, ഇസ്രായേൽ കപ്പലുകൾക്ക് വിലക്ക് തുടരുമ്പോഴാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് പ്രത്യേക അനുമതി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ടെലിഫോൺ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. ഇറാൻ നാവിക കപ്പലിലെ കൊച്ചിയിൽ ഇന്ത്യ സുരക്ഷയൊരുക്കിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെയും ഫലമായാണ് ഇന്ത്യയോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ ഇറാൻ തയ്യാറായതെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിലേക്ക് എണ്ണയും പാചകവാതകവും എത്തിക്കുന്നതിൽ ഹോർമുസ് കടലിടുക്ക് നിർണായകമാണ്. ചരക്ക് നീക്കം തടസ്സപ്പെട്ടത് ഇന്ത്യയിൽ പെട്രോൾ പാചകവാത ക്ഷാമം ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പുതിയ തീരുമാനത്തോടെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും കരുതപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി നേരിടാൻ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ 45% വർധനവ് രേഖപ്പെടുത്തി. പാചകവാതക ദൗർബല്യത്തിന്റെ പേരിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് കൃത്യമായ നയമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ അറിയിച്ചിരുന്നു.